വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തലക്കെടുത്തൂർ പടിഞ്ഞാക്കര അയ്യപ്പ ക്ഷേത്രത്തിൽ വർഷം തോറും നടത്തി വരാറുള്ള മതസൗഹാർദ്ദ അയ്യപ്പ വിളക്കാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലെല്ലാ മതത്തിൽപ്പെട്ടവരും പങ്കെടുത്തിട്ടുണ്ട്. തിരൂർ ക്രിസ്ത്യൻ പള്ളിയിലെ അച്ഛനും റഷീദ് അലി ഷിയാബ് തങ്ങളും ബഡ്സ് സ്കൂൾ ചെറിയമുണ്ടം ഓട്ടിസം ബാധിച്ച കുറച്ചു പിഞ്ചു കുഞ്ഞുങ്ങളും അപ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൊച്ചു വീഡിയോ ആണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ മനസ്സിന് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ വളരെ മനസ്സിന് സന്തോഷം തരുന്നൊരു കാഴ്ച തന്നെയാണ് നമ്മളെ തലക്കെടുത്തൂർ പടിഞ്ഞാക്കര അമ്പലത്തിൽ ഈ പ്രോഗ്രാമിൽ കാണാൻ പറ്റിയത്, അയ്യപ്പ വിളക്കിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഓരോരുത്തരും മനസ്സും കണ്ണും നിറയുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ റഷീദ് അലി ഷിഹാബ് തങ്ങളും പിന്നെ വന്ന അതിഥികളൊക്കെ കൂടി ചോറ് കഴിക്കാനും വേണ്ടിയിട്ട് പിന്നെ ഊട്ടുപുരയിൽ പോയി അവർ ഭക്ഷണം കഴിക്കട്ടാ. അപ്പോൾ ഉത്സവപ്പറമ്പിൽ പല സാധനങ്ങൾ വിൽക്കുമല്ലോ. അങ്ങനെ അതിൻ്റെ ഇടയിൽ ഈ ഫയർ ആൻഡ് സേഫ്റ്റിൻ്റെ ഈ വണ്ടിയിലൊക്കെ വെക്കാൻ പറ്റുന്ന ഈ സാധനത്തിന് 50 രൂപ പറഞ്ഞോ പിന്നെ ഒന്നും നോക്കില്ല കേട്ടോ. അപ്പോൾ അത് അവർ ചെറിയ വിലക്ക് വിൽക്കുകയാണ്. അപ്പോൾ ആ ചെറിയ വിലക്ക് വിൽക്കുന്ന വണ്ടിയിലൊക്കെ ഷോ ആയിട്ട് വെക്കാം. ഫയർ ആൻഡ് സേഫ്റ്റി അതിൻ്റെ ഉള്ളിൽ ഫോമുള്ള സാധനം കേട്ടോ, ഒറിജിനൽ ഫോമുള്ള സാധനമാണ്. എന്തെങ്കിലും പെട്ടെന്ന് തീ പിടുത്തോ എന്തെങ്കിലും അപകടം വന്നാലൊക്കെ നമുക്കത് നല്ല രീതിക്ക് യൂസ് ചെയ്യാം. അതിൻ്റെ ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഡെമ്മി പീസല്ല, അത് ഒറിജിനൽ ഫോമുള്ള പീസാണ്. 50 റുപ്യായിട്ടുള്ളൂ. അപ്പോൾ ഞാനൊന്നും നോക്കിയില്ല, അതൊന്ന് ഞാൻ അവിടുന്ന് ഡേറ്റി. അത് എന്നിട്ട് വണ്ടിൻ്റെ നമ്മളെ ഫ്രണ്ടിലെ ഗ്ലാസ് ഉണ്ടല്ലോ, ഗ്ലാസിൻ്റെ സൈഡിലെ സ്ക്രൂ ലൂസാക്കിയാണ്ട് അതിൻ്റെ ഉള്ളിലിട്ട് പിടിക്കുക. അപ്പോൾ ഭയങ്കര രസമുണ്ട് കാണാൻ. എന്തെങ്കിലും അപകടങ്ങളൊക്കെ വരികയാണെങ്കിൽ ഇപ്പോൾ എവിടെയെങ്കിലും തീ പിടിക്കണം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പോയിട്ട് ചെറുതായിട്ട് അതൊക്കെ ചെറിയ തോതിൽ നമുക്ക് യൂസ് ചെയ്യുന്നതിനുള്ളിൽ അത്രയും ഫോം നിറഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ചോപ്പ് ലോക്കുണ്ടല്ലോ, ലോക്കിന് വലിച്ചു കഴിഞ്ഞാൽ ഫോം പുറത്തേക്ക് പോകും. തൽക്കാലം ഒന്ന് വാങ്ങിയിട്ടുണ്ട്. ഞാൻ വാങ്ങിയ കളറാണ് ബ്ലൂ കളറാണ്. അപ്പോൾ അതിൻ്റെ എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നുള്ള പറഞ്ഞു തരാണ്. നല്ല വിശപ്പുണ്ടായപ്പോൾ ഊട്ടുപുരയൊക്കെ ഓടിച്ചെന്ന് കയറിയപ്പോൾ കണ്ട കാഴ്ച, ഊട്ടുപുര നിറയെ ഫുൾ ആളാട്ടോ. എല്ലാവരും നല്ല കഴിക്കലാണ്. അപ്പോൾ നല്ല അടിപൊളി ഫുഡാണ്. ആ സമയത്ത് എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നുണ്ട്, ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, ഞാനും ഓടിച്ചെന്നാണ്ട് ഒരു ടേബിൾ കൈയടക്കി. അപ്പോൾ കൈയടക്കി അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ഇവരിങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് എന്ത് രസം എന്താ അറിയുമോ? അയ്യോ
ഞാനിതിൻ്റെ മുന്നേ തന്നെ ഒരു കുട്ടി ഇരുന്ന് കഴിക്കണ കണ്ടില്ല, എന്ത് രസമുണ്ട് അറിയോ. അങ്ങനെ ഏതാ എനിക്കും ഒരു ഇല വന്നിട്ടാണ്. ഇല വന്ന് പിന്നെ ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ വരൽ തുടങ്ങി. അത് വേറെ രസം തന്നെ കേട്ടോ. അങ്ങനെ നിൽക്കുമ്പോഴാണ് ആദ്യം തന്നെ പുളിഞ്ചി വന്നത് കേട്ടോ. ആ പുളിഞ്ചി വന്നതിൻ്റെ ശേഷം പിന്നെ ഒരു പൈനാപ്പിൾ കൊണ്ടുണ്ടൊരു ടേസ്റ്റുള്ളൊരു സാധനം, അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. പിന്നെ ഒരു അച്ചാർ വന്ന്, അത് കഴിഞ്ഞ പാടന്നെ പപ്പടം, പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിയൽ, അങ്ങനെ എന്തൊക്കെ കുറേ സാധനങ്ങൾ, പേരൊന്നും അറിയില്ല. അതാ ഇത് പിന്നെ പയറിൻ്റെ ഒരു സാധനം കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ചോറ് വന്ന്, നല്ല മറ്റേ കുറുവരിൻ്റെ നല്ല വെള്ള അരിയില്ലേ കുറുവ, ആ അരിൻ്റെ ചോറാണ്. നല്ല അടിപൊളി, കുഴപ്പമില്ല. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ഒരു മൈസൂർ പാക്ക് ഇട്ടിട്ടൊരു സാധനം, നെയ്യൊക്കെ ഇട്ടിട്ടുള്ള സാധനമാണ് ഇപ്പോൾ വന്നത്. പിന്നെ സാമ്പാർ വന്നത്, അത് നല്ല ടേസ്റ്റാണ്, നല്ല ടേസ്റ്റ് കേട്ടോ ഇതിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ. പിന്നെ തോരൻ വന്നു, ഇനി അവിയലും കൂടി വരാണ്ട്, അവിയലും വന്നു. പിന്നെ അതേപോലെ രസം വേണമെന്ന് പറഞ്ഞപ്പോൾ ചൂടുള്ള രസം കയ്യിൽ വെച്ച്, അയ്യോ ഇതിൻ്റെ കൈ നല്ല പൊള്ളിയിട്ടാണ്. അപ്പോൾ പിന്നെയും മൂപ്പരാൾ പിന്നെ ഒഴിച്ച് തന്നപ്പോൾ ഞാൻ ചെറുതായിട്ടും ടേസ്റ്റ് ചെയ്തു. രസം കുഴപ്പമില്ല, രസത്തിനോട് എനിക്ക് അത്ര രസം തോന്നിയില്ലെങ്കിലും സാമ്പാറും ചോറും ഒടുക്കത്തെ രസം തന്നെ ആയിരുന്നു. രണ്ടാമത് ചോറ് പറഞ്ഞപ്പോൾ രണ്ടാമത് വീണ്ടും ചോറ് കൊണ്ടുവന്ന്, പിന്നെ പായസം കൊണ്ടുവന്ന്, ഒരു സദ്യ തന്നെ ഒരു രക്ഷയില്ല. 1.5 സദ്യ അങ്ങോട്ട് അടിച്ച് റാഹത്തായി. അതിങ്ങോട്ട് ഇനി തീർക്കണമല്ലോ. ലാസ്റ്റ് പായസം ഉണ്ടായിരുന്നു, ആ പായസം കുടിച്ച് ആ ഇല എന്ത് ചെയ്ത്, ആ ഇല അങ്ങനെ അവിടെ ഇട്ടാണ് പോകാൻ പറ്റില്ല. ആ ഇല നമ്മൾ മടക്കി എടുത്ത് കയ്യിൽ പിടിച്ചിട്ട് അവിടെ വേസ്റ്റിൻ്റെ ഡബ്ബുണ്ട്, ആ വേസ്റ്റിൻ്റെ ഡബ്ബയിൽ കൊണ്ടുപോയി ഇടണം. അപ്പോൾ പോണ പോക്കിൽ നമ്മളിങ്ങനെ എല്ലായിടത്തും നോക്കിയാൽ നമ്മളറിയുന്ന ആൾക്കാരായിട്ടതാ, എല്ലാവരും അറിയുന്ന ആൾക്കാരാണ്. പിന്നെ ഇനി പറയാനുള്ളത് പറഞ്ഞാൽ നമ്മൾ ഓട്ടിസം ബാധിച്ച കുട്ടികളെ ഇതാണ് കേട്ടോ. അവർക്ക് ഫുഡ് വാരി കൊടുക്കുകയാണ് അവരെ ടീച്ചേഴ്സ്, സ്വന്തം രക്ഷിതാക്കളൊക്കെ വാരി കൊടുക്കുന്ന പോലെ അവരെ ശരിക്കും വാരി കൊടുക്കണം. അതിൽ കുറേ കുട്ടികൾ വാരി കഴിക്കണുണ്ട് കേട്ടോ. പിന്നെ ചില കുട്ടികൾക്ക് കഴിക്കാനൊന്നും പറ്റാത്ത കുട്ടികളുണ്ട്. അതിപ്പോൾ ആ ടീച്ചറൊക്കെ കണ്ടില്ല, ടീച്ചറെ മോൾക്ക് വാരി കൊടുക്കണം, മോൾ കഴിക്കണമെന്നില്ല. അപ്പോൾ ടീച്ചർ ഇങ്ങനെ സ്വന്തം മക്കളോട് പറഞ്ഞ മാതിരി ഇങ്ങനെ പറയണം. അപ്പോൾ കുട്ടി വായയിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് സാധനം, ചോറ്. അപ്പോൾ ടീച്ചർ, നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കി, ഇതിവിടെ ഒരു മതമോ ഇതൊന്നുമല്ല. ആ ടീച്ചർ ഒരു ഹിന്ദു ടീച്ചറാണ്, ആ കുട്ടി ഒരു മുസ്ലിം കുട്ടിയാണ്. പക്ഷേ അവർക്ക് തമ്മിൽ അങ്ങനത്തെ ഒരു യാതൊരു വ്യത്യാസമില്ല. നോക്കിയാൽ നിങ്ങൾ എന്ത് രസമുള്ളൊരു കാഴ്ചയാണ്, അത്രയും മനോഹരമായ കാഴ്ചയാണ്. പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് ഇനിയിപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഒരാൾ എന്തായാലും വേണം, കാരണം അങ്ങനെയുള്ള കുട്ടികളാണ്. അപ്പോൾ ഇപ്പോൾ ഈ മാഷ നോക്കട്ടെ, ഈ മാഷ കുട്ടിക്ക് വാരി കൊടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മളെ കണ്ണ് നിറഞ്ഞു പോകും അവിടെ നിന്നുള്ള കാഴ്ച. എല്ലാവരും ഇവരെ തന്നെ ഇങ്ങനെ ശ്രദ്ധിക്കണേ, ടീച്ചേഴ്സ് കുട്ടികൾക്ക് സ്വന്തം മക്കൾ വാരി കൊടുക്കണ മാതിരി വാരി കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ എടുത്ത്, അപ്പോൾ ഇത് എനിക്കിങ്ങനെ എടുത്തപ്പോൾ എനിക്ക് തോന്നി ഇതൊന്നും ഇങ്ങനെ വീഡിയോസ് ഇട്ടുകൊണ്ട് യൂട്യൂബിൽ ഇട്ടുകൊണ്ട് ഇത് പുറത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ കുറേ ആൾക്കാർ കാണുമല്ലോ അങ്ങനെ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇങ്ങനത്തെ കണ്ട, സത്യം പറയാമല്ലോ നമുക്ക് കണ്ണ് നിറഞ്ഞു പോകും. സ്വന്തം മക്കൾക്ക് വാരി കൊടുക്കണ മാതിരിയാണ് ആ മാഷ് ആ കുട്ടിക്ക് വാരി കൊടുക്കണത്. വല്ലാത്തൊരു കാഴ്ചയാണ്. ഇങ്ങനെയുള്ള അവസ്ഥകളൊന്നും ആർക്കും വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം.